തൃപ്പൂണിത്തുറയിലെ ഗവൺമെന്റ് കോളേജിന് കോടികൾ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ അവിടേക്ക് എത്താൻ വഴിയില്ല. കെട്ടിടം പൂർത്തീകരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഉപയോഗശൂന്യമായി കിടപ്പാണ്. 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിക്കുന്നത് പഴയ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ. വഴിയുണ്ടോ എന്നുറപ്പിക്കാതെ കോടികൾ ചെലവിട്ട് കെട്ടിടം നിർമ്മിക്കാനുള്ള ഐഡിയ ആരുടേതാണാവോ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന കെട്ടിടമുണ്ടല്ലോ, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജിന്റെ പുതിയ കെട്ടിടമാണ്. 3 വർഷം മുൻപ് കോടികൾ മുടക്കി പണികളെല്ലാം പൂർത്തിയാക്കി. അത്യാധുനിക സൗകര്യങ്ങളുണ്ട് എന്ന് അവകാശവാദവുമുണ്ട്. പക്ഷേ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ കോളേജ് കെട്ടിടത്തിനുള്ളിൽ. എന്താണ് അതിന്റെ കാരണം? തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജിന്റെ 15 കോടി പ്രോജക്ടിന്റെ ആദ്യ ഭാഗമാണ് നടപ്പാക്കിയിരിക്കുന്നത്. പണി പൂർത്തിയാക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. വഴി വിട്ടുകൊടുക്കാൻ ഇവിടെ കൂടി കൊടുക്കൂലെന്ന് പറയണം. പിന്നെ അപ്പുറത്തു കൂടി എടുക്കാൻ പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ചില്ല. പല സ്ഥലത്തും പലരും മേടിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ സ്ഥലത്തിന് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നൊക്കെ പറയണം. ആൾക്കാർ പറഞ്ഞ കേട്ടോ, ഞങ്ങൾക്കറിയാൻ പറ്റില്ല. അധികാരികളുടെ അമാന്തത കൊണ്ട് വഴിത്തർക്കം പരിഹാരം കാണാതെ തുടരുന്നു. ചുറ്റിനും ചതുപ്പാണ്. ചതുപ്പ് നിലം നികത്തിയാണ് കോളേജിന്റെ പണി പൂർത്തിയാക്കിയത്. കോണോത്ത് പുഴയോട് ചേർന്ന 8.5 ഏക്കറിലാണ് കോളേജ് കോംപ്ലക്സ് നിലനിൽക്കുന്നത്. 6 മീറ്റർ വീതിയിൽ സമീപത്ത് ഒരു താൽക്കാലിക വഴി തരപ്പെടുത്തിയതാണ്. എന്നാൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വഴിയുടെ അവകാശം ഉടമസ്ഥർ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. കോളേജിൽ നിർമ്മാണം നടക്കുമ്പോൾ വഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടി കൂടിയാണ് അതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ മുഴുവനും കടത്തിക്കൊണ്ടുപോയത്. വഴി പിന്നീട് ലഭിക്കും എന്നുള്ളതിലാണ് ഇവർ മുന്നോട്ട് പോയത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 98% നിർമ്മാണം കഴിഞ്ഞു. 3 വർഷമായിട്ട് കോളേജ് ആ കെട്ടിടങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ പട്ടിയും കുറുനരിയും പാമ്പുകളും ഒക്കെ ആയി നിറഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് 14 കോടി രൂപ മുതൽ മുടക്കിയാണ് ആ കെട്ടിടം പണിതിട്ടുള്ളത്. 1982 രൂപീകരിച്ച കോളേജിന്റെ വികസന സമിതിയാണ് 1.2 ലക്ഷം രൂപ നൽകി ചതുപ്പ് നിലം വാങ്ങി നികത്താൻ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്. 1 ലോഡ് മാലിന്യവും 1 ലോഡ് മണ്ണും എന്ന കണക്കിൽ നിരവധി ലോഡുകൾ അടിച്ച് കോർപ്പറേഷൻ ചതുപ്പ് നികത്തി. അത്യാധുനിക സൗകര്യങ്ങളടക്കം സജ്ജീകരിക്കാൻ ശേഷിയുള്ള കെട്ടിടം. പക്ഷേ ഒരു സെക്യൂരിറ്റി പോലും കാവലിനില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം സന്ദർശിച്ച കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ ഇപ്പോൾ വിദ്യാർത്ഥികളോ അധ്യാപകരോ അല്ല, പകരം നാൽക്കാലികളാണ് മേഞ്ഞു നടക്കുന്നത്. തങ്ങളുടെ വസ്തു പുരയിടമാക്കാൻ അനുവദിച്ചാൽ വഴി നൽകാമെന്ന നിലപാടിലാണ് സ്ഥലമുടമകൾ. മുൻപ് ചതുപ്പ് നികത്തി വീട് വയ്ക്കാൻ നഗരസഭ നൽകിയിരുന്ന അനുമതി പിൻവലിച്ചതും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പാടം ഉള്ളത് പുരയിടമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും നടന്നില്ല. അവർ ഒരു 10-42 പേരുണ്ട്. അത്ര 40-40 കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എത്രയും പേർക്ക് പുരയിടമാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അവിടെയും തടസ്സമായി. കുറേ വർഷങ്ങളായി ഇത് പണി കഴിഞ്ഞിട്ട് ഈ ബിൽഡിംഗ് പണി കഴിഞ്ഞ് കിടക്കുന്നത്. നശിച്ചു പോയിരിക്കുന്നത് നല്ലതാണ്. നിർമ്മാണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഹോസ്റ്റലുകളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ഫുട്ബോൾ ഗ്രൗണ്ടുമടക്കം നിരവധി പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ വഴിയില്ലാതെ പണി തുടങ്ങിയിട്ട് ഇനി എന്ത് കാര്യം എന്നാണ് ചോദ്യം. മലയാളി യുവത കടൽ കടന്നു പോകുന്നതിൽ ആദി പൂണ്ടിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഇനിയെങ്കിലും ഇതൊക്കെയൊന്ന് കണ്ണു തുറന്ന് കാണണം. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ട ഒരു വിദ്യാലയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള മികച്ച സൗകര്യങ്ങളുമായി തയ്യാറാക്കിയ കെട്ടിടമാണ് വർഷങ്ങളായി കാടുപിടിച്ചും കന്നുകാലികൾ കയറിയിറങ്ങിയും ഇങ്ങനെ നശിക്കുന്നത്. പ്രദേശത്തെ സ്ഥല ഉടമകളുമായുണ്ടായ വഴിത്തർക്കമാണ് ഈ ഒരു ദുർഗതിയിലേക്ക് പോയത്. എന്തു തന്നെയായാലും അതെല്ലാം പരിഹരിക്കേണ്ടത് നമ്മുടെ അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ കാര്യമാണ്. ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.